ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ സിയിലേക്ക് കടക്കാം. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. 26ൻ്റെ എ സെക്ഷൻ. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്തിട്ട് ഓർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ എ ബി സിയിലെ എ ബിയുടെ മിഡ് പോയിൻ്റ് എഫ് ആണ്, എ സിയുടെ മിഡ് പോയിൻ്റ് ഇ ആണ്, ബി സിയുടെ മിഡ് പോയിൻ്റ് ഡി ആണ്. അങ്ങനെയെങ്കിൽ ട്രയാങ്കിൾ എഫ് ബി ഡി ട്രയാങ്കിൾ ഡി ഇ എഫിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രയാങ്കിൾ എഫ് ബി ഡി ട്രയാങ്കിൾ ഡി ഇ എഫിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുകൂടാതെ ട്രയാങ്കിൾ ഡി ഇ എഫ്, ഈ ചെറിയ ട്രയാങ്കിൾ ഡി ഇ എഫ് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ എ ബി സിക്ക് സിമിലർ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പ്രൂവ് ചെയ്യാം. ട്രയാങ്കിൾ എഫ് ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഗിവൺ എഫ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എഫ് എ ബിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ എ എഫ് വിൽ ബി ഈക്വൽ ടു എഫ് ബി. സോ എ എഫ് ഈക്വൽ ടു എഫ് ബി. അതുകൂടാതെ അടുത്തത് ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എങ്കിൽ നമുക്കങ്ങനെ എഴുതാം, ബി ഡി വിൽ ബി ഈക്വൽ ടു സി ഡി. അതുകൂടാതെ ഇ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇ എന്തിൻ്റെ മിഡ് പോയിന്റ് ആണ്? എ സിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പം നമുക്കങ്ങനെ എഴുതാം, എ ഇ ഈക്വൽ ടു ഇ സി, ബി ഡി ഈക്വൽ ടു സി ഡി, എ ഇ വിൽ ബി ഈക്വൽ ടു ഇ സി. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതാണെങ്കിൽ ഇതിൽ നിന്ന് വേറെ എന്ത് കൂടി എഴുതാം? എ എഫ് ഈക്വൽ ടു എഫ് ബി ആണെങ്കിൽ എ എഫ് ബൈ എഫ് ബി ഈക്വൽ ടു 1. കാരണം രണ്ടും ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 1 ആയിരിക്കും കിട്ടുന്നത്. ബി ഡി ബൈ സി ഡി ഈക്വൽ ടു 1. എ ഇ ബൈ ഇ സി ഈക്വൽ ടു 1. ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് എ എഫ് ബൈ എ ബി ഈക്വൽ ടു ബി ഡി ബൈ സി ഡി ഈക്വൽ ടു എ എഫ് ബൈ ഇ സി ഈക്വൽ ടു 1. ഇത് മൂന്നും 1ന് ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാനും പറ്റും? എ എഫ് ഇത് എ ഇ ആണ്. സോ എ എഫ് ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് അടുത്ത സെക്ഷനിലായിട്ട് എഴുതാം. എ എഫ് ബൈ എഫ് ബി equals A E by E C equals B D by C D equals 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എ എഫ് ബൈ എഫ് ബി ഈക്വൽസ്
AE ബൈ EC. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? FE പാരലൽ ടു BC എന്ന് എഴുതാൻ പറ്റും. റീസൺ കൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. അതിന് കൺവേഴ്സ് റൂൾ അനുസരിച്ച് നമുക്ക് FE പാരലൽ ടു BC എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ AE ബൈ EC ഈക്വൽ ടു ഈക്വൽ ടു അതുപോലെ തന്നെ ബാക്കി നമുക്ക് സിമിലർലി ബാക്കി സൈഡ്സിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സിമിലർലി ED ഈസ് പാരലൽ ടു AB. ED ഈസ് പാരലൽ ടു AB. അതുകൂടാതെ FD പാരലൽ ടു AC. ഇത് നമുക്ക് ED പാരലൽ ടു AB എന്നും FD പാരലൽ ടു AC എന്നും കിട്ടുന്നത് ഇതേപോലെ തന്നെ ഈ പ്രൊപ്പോർഷണാലിറ്റീസ് വെച്ചിട്ട് തന്നെയാണ്. ഫസ്റ്റ് FE പാരലൽ ടു BC കിട്ടിയ പോലെ ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് സ്റ്റെപ്പായിട്ട് എഴുതി പോയി കുറേ ടൈം എടുക്കും, അതുകൊണ്ട് ഷോർട്ടാക്കി എഴുതുന്നതാണ്. സിമിലർലി ED പാരലൽ ടു AB കിട്ടുന്നു, FD പാരലൽ ടു AC കിട്ടുന്നു. ഇത് തന്നെയാണ് റീസൺ കൺവേഴ്സ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. കൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ, ഇനി നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇനി നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. Consider triangle FBD and triangle DEF. FBDയും DEFും കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? DE EF BCക്ക് പാരലാണ് നമുക്ക് കിട്ടി. EF BCക്ക് പാരലാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അതുകൂടാതെ DF ഇത് ഒരു ട്രാൻസ്വേഴ്സലാണ്. രണ്ട് പാരലൽ ലൈൻസിനെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലാണിത്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ FE പാരലൽ ടു BC ആണ്. FD എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിൽ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും നമുക്ക് ഈക്വലാന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ BDF ഈക്വൽ ടു ആംഗിൾ EFD എന്ന് എഴുതാം. ആംഗിൾ BDF ഈക്വൽസ് ആംഗിൾ DFE എന്ന് എഴുതാം. ആംഗിൾ DFE. റീസൺ alternate interior angles ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. അതുകൂടാതെ തന്നെ DE പാരലൽ ടു AB എന്ന് നമുക്ക് കിട്ടി. DE പാരലൽ ടു AB ആണെങ്കിൽ ഈ FD അതിന് ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിളും നമുക്ക് ഈക്വലാക്കി കിട്ടും. സെയിം റീസൺ തന്നെ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്.
അപ്പോൾ ആംഗിൾ ഡി എഫ് ബി ഈക്വൽ ടു ആംഗിൾ എഫ് ഡി ഇ എന്ന് കിട്ടുന്നു. റീസൺ സെയിം തന്നെ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ബി ഡി എഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിളിന് ഈക്വൽ, അതേപോലെ ഡി ഇ എഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിളിന് ഈക്വൽ ആകുമ്പോൾ എ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ എഫ് ബി ഡി, സോ ക്രൈറ്റീരിയ വെച്ച് ട്രയാങ്കിൾ എഫ് ബി ഡി സിമിലർ ടു triangle DEF. Reason A similarity criteria. Similarity criteria. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് എഴുതാനുണ്ട്. നമുക്കറിയാം ട്രയാങ്കിൾ എഫ് ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് നമുക്ക് കിട്ടി. ട്രയാങ്കിൾ എഫ് ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ്. അങ്ങനെയെങ്കിൽ ആംഗിൾ എഫ് ബി ഡി ആയിട്ടുള്ള ഈ ഒരു ആംഗിള് എന്തിന് ഈക്വലായിരിക്കും? ആംഗിൾ ഡി ഇ എഫിന് ഈക്വലായിരിക്കും. റീസൺ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എഫ് ബി ഡി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്. റീസൺ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. ഇതിനെനിക്ക് നെയിമിങ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആംഗിൾ എഫ് ബി ഡിനെ ഞാൻ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന നെയിം ചേഞ്ച് ചെയ്യാണ്. രണ്ടും ഒരേ ആംഗിളാണ്. എ ബി സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ എഫ് ബി ഡി എന്ന് പറയുന്ന ആംഗിളും ഒന്ന് തന്നെയാണ്. ഞാൻ ആംഗിൾ എഫ് ബി ഡിനെ പേര് ചേഞ്ച് ചെയ്തതുകൊണ്ട് ആംഗിൾ എ ബി സി എന്ന് ആക്കി ചേഞ്ച് ചെയ്യുന്നു. സോ ആംഗിൾ എഫ് ബി ഡിക്ക് പകരം ആംഗിൾ എ ബി സി എന്നാക്കുന്നു, ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എഴുതുന്നു, അതിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ആംഗിൾ ഡി ഇ എഫ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു കറസ്പോണ്ടിങ് ഇങ്ങനെ ഒരു ആംഗിൾ ഇങ്ങനെ എഴുതാനായിട്ട് റീസൺ അടുത്ത സിമിലാരിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് പ്രൂഫായിട്ടുള്ളത്. ഇതെങ്ങനെയാണ് പ്രൂഫിലേക്ക് വന്നതെന്ന് നോക്കാം. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട് എഫ് എ ബിയുടെ മിഡ് പോയിൻറ്റ്. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് മാച്ചളയാം. ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എഫ് എ ബിയുടെ മിഡ് പോയിൻറ്റ്, അതുകൂടാതെ ഡി ബി സിയുടെ മിഡ് പോയിൻറ്റ്, അതുകൂടാതെ ഇ എ സിയുടെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എഫ് ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും ഡി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ടും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എഫ് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ എ എഫ് എഫ് ബിക്ക് ഈക്വലാണെന്ന് നമുക്ക് എഴുതാം. ഡി ബി സിയുടെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ ബി ഡി സി ഡിക്ക് ഈക്വലാണെന്ന് നമുക്ക് എഴുതാം. ഇ എ സിയുടെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ എ ഇ ഇ സിക്ക് ഈക്വലാണെന്ന് നമുക്ക് എഴുതാം. അങ്ങനെയെങ്കിൽ ഫൈനലി നമുക്ക് എഴുതാൻ പറ്റും എ എഫ് ബൈ എഫ് ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ഈക്വൽ ടു ബി ഡി ബൈ സി ഡി എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഇ പാരലൽ ടു
ബി സി നമുക്ക് കിട്ടുന്നു. എഫ് ഇ ഈ ബി സിക്ക് പാരലലാണെന്ന് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ കിട്ടും? ഇ ഡി സെയിം കൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണൽ തിയറം വെച്ചിട്ടാണ് നമുക്ക് ഇ എഫ് പാരലൽ ടു ബി സി എന്ന് കിട്ടുന്നത്. സെയിം റീസൺ കൊണ്ട് തന്നെ നമുക്ക് ഡി ഇ എ ബിക്ക് പാരലായിട്ട് കിട്ടും, എഫ് ഡി എ സിക്ക് പാരലായിട്ട് കിട്ടും. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഇ ബി സിക്ക് പാരലാണെന്ന് കിട്ടി. എഫ് ഇ ബി സിക്ക് പാരലാണെന്ന് കിട്ടി. ഇതൊരു ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ട് അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ ഇ ഡി എ ബിക്ക് പാരലാണെങ്കിൽ എഫ് ഡി അതിന് ട്രാൻസ്വേഴ്സലാണെങ്കിൽ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ക്രൈറ്റീരിയ വെച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെക്ഷൻ. ഈ ഒരു സെക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് അങ്ങനെയാണ് എഫ് ബി ഡി ഡി എഫിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ് പാർട്സ് ആയിട്ട് വരുന്നത് ആംഗിൾ എഫ് ബി ഡി ഈ ഒരു ആംഗിൾ ഡി ഇ എഫിന് ഈക്വൽ ആയിട്ട് വരും. ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ആംഗിളിന് ഞാൻ എഫ് ബി ഡിനെ ഞാൻ നെയിമിങ് ചേഞ്ച് ചെയ്ത് എ ബി സി എന്ന് പറയുന്ന ആംഗിളാക്കി മാറ്റി. സെയിം ആംഗിൾ തന്നെയാണ്, പേര് ചേഞ്ച് ചെയ്തോളൂ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി പ്രൂവ് ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. അതിനാണ് എഫ് ബി ഡിനെ മാറ്റിയിട്ട് എ ബി സി എന്നാക്കിയത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ എഫ് ഇ ഡിക്ക് ഈക്വലായിട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാണ്. ട്രയാങ്കിൾ ഡി ഇ എഫ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് പ്രൂവ് ചെയ്യണം. ട്രയാങ്കിൾ ഡി ഇ എഫ് ഈ ഒരു ട്രയാങ്കിൾ ഈ വലിയ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഫസ്റ്റ് സിമിലാരിറ്റി ഇത് പ്രൂവ് ചെയ്തപ്പോൾ, ഈ ഒരു ട്രയാങ്കിൾ സിമിലാരിറ്റി പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ആദ്യം തന്നെ ഇതാണ്. ഗിവൺ കഴിഞ്ഞ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ഇ ഡി പാരലൽ ടു എ ബി എന്ന് കിട്ടി. നമ്മൾ ഫൈൻഡ് ചെയ്തു. അതുകൂടാതെ എഫ് ഡി പാരലൽ ടു എ സി എന്നും ഫൈൻഡ് ചെയ്തു. അതുപോലെ ഒരു ഈ ഒരു ആംഗിൾ ഇതിന് ഈക്വൽ ആണെന്നും ഫൈൻഡ് ചെയ്തു. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ് എന്നും ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി പ്രൂവ് ചെയ്തപ്പോൾ, ഈ ഒരു സിമിലാരിറ്റി പ്രൂവ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി പ്രൂഫിലേക്ക് കിടക്കാണ്. നമുക്കറിയാം ഇ ഡി പാരലൽ ടു എ ബി, ഈ വലിയ സൈഡിന് പാരലാണെന്ന് നമ്മൾ മുമ്പത്തെ സിമിലാരിറ്റിയിൽ ഫൈൻഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ അതുകൂടാതെ എഫ് ഡി പാരലൽ ടു എ സി, ഈ ഒരു സൈഡ് എ സിക്ക് പാരലലും ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഓക്കെ, ഇത് രണ്ടും നമ്മൾ മുമ്പത്തെ ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റിയിൽ ഫൈൻഡ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ ഒരു കൺസിഡർ ക്വാഡ്രിലാറ്ററൽ AFDE. ഈ
ഒരു ക്വാഡ്രിലേറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇ ഡി പാരലൽ ടു എ ബി. ഇ ഡി പാരലൽ ടു എ ബി ആണെങ്കിൽ ഇ ഡി പാരലൽ ടു എ എഫ് കൂടിയായിരിക്കും. ഇ ഡി പാരലൽ ടു എ എഫ് കൂടിയായിരിക്കും. അതുകൂടാതെ എഫ് ഡി പാരലൽ ടു എ സി. ഈ എഫ് ഡി എ സിക്ക് പാരലാണെന്ന്. അതുകൂടാതെ അപ്പോൾ എഫ് ഡി പാരലൽ ടു എ ഇ കൂടിയായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ക്വാഡ്രിലാറ്ററൽ എഫ് ഡി ഇ ഇ. സോ ക്വാഡ്രിലാറ്ററൽ എ എഫ് ഡി ഇ ഈസ് എ പാരലലോഗ്രാം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് ക്വാഡ്രിലാറ്ററൽ എ എഫ് ഡി ഇ ഒരു പാരലലോഗ്രാം ആണെന്ന് എഴുതാനായിട്ട് സാധിക്കും. നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ആംഗിള് ക്വാഡ്രിലാറ്ററൽ എ എഫ് ഡി ഇ, ക്വാഡ്രിലാറ്ററൽ എ എഫ് ഡി ഇ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു പാരലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ എ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഇനിയും പിന്നെന്തായിരിക്കും കിട്ടുന്നത്? ഓക്കെ, അത്രയും നമുക്ക് എഴുതാം. ആദ്യം തന്നെ അത് എഴുതാം. ആംഗിൾ എഫ് എ ഇ ഈക്വൽ ടു ആംഗിൾ എഫ് ഡി ഇ. റീസൺ opposite sides of a parallelogram are equal. Opposite angles of a parallelogram are equal. Opposite angles of a parallelogram. ആംഗിൾസ് രണ്ട് ഈക്വൽ ആണെന്ന് എഴുതാനുള്ള റീസൺ അത് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. മുമ്പത്തെ അതുകൂടാതെ മുമ്പത്തെ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ മുമ്പത്തെ സിമിലാരിറ്റി പ്രൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എന്തിന് ഈക്വലാണ്? ആംഗിൾ ഡി ഇ എഫിന് ഈക്വലാണ്. റീസൺ നമ്മളിത് മുമ്പ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി പ്രൂവ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ആംഗിൾ എ ബി സി ആംഗിൾ ഡി ഇ എഫിന് ഈക്വലാണെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കുന്നു? അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾ ഡി ഇ എഫും ഈ ചെറിയ കുഞ്ഞ് ട്രയാങ്കിൾ സെൻറ്ററിലുള്ള ഈ ഒരു ട്രയാങ്കിളും എ ബി സിയും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണെന്നും ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണെന്നും നമുക്ക് കിട്ടി. അപ്പോൾ എ ക്രൈറ്റീരിയ വെച്ച് ഈ വലിയ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഡി ഇ എഫും നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പ്രൊപ്പോർഷണാലിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? എഴുതാൻ പറ്റും ട്രയാങ്കിൾ ഡി ഇ എഫ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൂഫ്. അപ്പോൾ ഈ സെക്കൻഡ് പ്രൂഫിലേക്ക് കിടക്കാം. ഈ സെക്കൻഡ് പ്രൂഫ് ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഇ ഡി പാരലൽ ടു എ ബി എന്നും എഫ് ഡി പാരലൽ ടു എ സി എന്നും ആംഗിൾ എ ബി സി കിട്ടിയ ആംഗിൾ ഡി ഇ എഫ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റിയിൽ കിട്ടിയതാണ്. ഇനി ഈ ഡി ഇ എഫ് സിമിലർ ടു എ ബി സി പ്രൂവ് ചെയ്യാനായിട്ട് ക്വാഡ്രിലേറ്ററൽ എ എഫ് ഡി ഇ കൺസിഡർ ചെയ്യാം. എ എഫ് ഡി ഇ എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഇ ഡി പാരലൽ ടു എ ബി
ഇ ഡി പാരലൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഇ ഡി പാരലൽ ടു എ എഫ് ആണ്. അതുകൂടാതെ എഫ് ഡി പാരലൽ ടു എ സി, എഫ് ഡി പാരലൽ ടു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി പാരലൽ ടു എ ഇ കൂടിയാണ്. അങ്ങനെയെങ്കിൽ എ എഫ് ഡി ഇ എന്ന് പറയുന്നത് ഒരു ഒരു പാരലോഗ്രാമായിട്ട് നമുക്ക് കിട്ടും. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പാരലോഗ്രാമാണ്. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അതുകൊണ്ട് ഈ ഒരു ആംഗിളും നമ്മൾ ഈക്വലായിട്ട് കൺസിഡർ ചെയ്തു. റീസൺ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അതുകൂടാതെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആംഗിൾ എ ബി സി ഈ ഒരു ആംഗിളിന് ഈക്വൽ ആണെന്ന്. ആംഗിൾ എ എഫ് ഇ ഡിക്ക് ഡി ഇ എഫിന് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഡി ഇ എഫും എ ക്രൈറ്റീരിയ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ടും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിനൊരു ഓർ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 26 ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 26 ഓർ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പി ക്യു ബി സിക്ക് പാരലാണ്. അതുകൂടാതെ എ ഡി എന്ന് പറയുന്നത് ബി സിയിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു മീഡിയനാണ്. അങ്ങനെയെങ്കിൽ എ ഡി എന്ന് പറയുന്ന ഈ ഒരു മീഡിയൻ പി ക്യുവിനെ ബൈസെക്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യുക. അതിനായിട്ട് ആദ്യമേ എ പി ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണ്. സോ കൺസിഡർ ട്രയാങ്കിൾ എ പി ആർ ആൻഡ് എ ബി ഡി. എ പി ആർ ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. എ പി ആറും എ ബി ഡിയും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം പി ക്യു ബി സിക്ക് പാരലാണ്. പി ക്യു പാരലൽ ടു ബി സി. റീസൺ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പി ക്യുവിൻ്റെ ഭാഗമായിട്ടുള്ള പി ആറും ബി സിയുടെ ഭാഗമായിട്ടുള്ള ബി ഡിയും പാരലായിരിക്കും. പി ആർ ഈസ് പാരലൽ ടു ബി ഡി. പി ആറ് ബി ഡിക്ക് പാരലാണെങ്കിൽ എ ബി അതിനെ ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് പാരലൽ ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. എ പി ആർ എന്ന് പറയുന്ന ആംഗിളും എ ബി ഡി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ പി എ ആർ എന്ന് പറയുന്ന ഈ ആംഗിളും ബി എ ഡി എന്ന് പറയുന്ന ഈ ആംഗിളും കോമൺ ആംഗിളാണ്, രണ്ട് ഈക്വലാണ്. അങ്ങനെയെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ച് ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ ബി എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത് പി ആർ പാരലൽ ടു ബി ഡി ആൻഡ് എ ബി is the transversal. AB is the transversal. Then നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ പി ആർ ഈക്വൽസ് ആംഗിൾ എ ബി ഡി. എ പി ആർ ഈക്വൽസ് ആംഗിൾ എ ബി ഡി. റീസൺ corresponding angles ഈക്വൽ ആണ്. അതുകൂടാതെ ആംഗിൾ പി എ ആർ ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. പി എ ആർ ഈക്വൽ ടു ആംഗിൾ ബി എ ഡി. റീസൺ കോമൺ ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ ആംഗിളാണ് ഇത് രണ്ടും. അങ്ങനെയെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ച് ട്രയാങ്കിൾ എ പി ആർ സിമിലർ ടു ട്രയാങ്കിൾ എ ബി ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും.
എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. എ സിമിലാരിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് ഈക്വൽ ആയിരിക്കും. അതായത് എ പി ബൈ എ ബി വിൽ ബി ഈക്വൽ ടു പി ആർ ബൈ ബി ഡി ഈക്വൽ ടു എ ആർ ബൈ എ ഡി. അതേപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു കുഞ്ഞു ട്രയാങ്കിള് ആർ എ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളും ഡി എ സി എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമിലർലി തന്നെ എന്തെഴുതാം? സിമിലർലി triangle DAC similar to triangle RAQ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ ക്രൈറ്റീരിയ വെച്ച് DACയും RAQവും എ ക്രൈറ്റീരിയ വെച്ച് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ പ്രൂവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ. സോ AQ by DC AQ by AC equals AR by AD equals QR by DC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ AR by AD എന്തിന് ഈക്വലാണ്? PR by BDക്ക് ഈക്വലാണ്. AR by AD PR by BDക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ AR by AD ഇവിടെ എന്തിന് ഈക്വലാണ്? QR by DCക്ക് ഈക്വലാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? PR by BD ഈക്വൽസ് QR by DC equals AR by AD. PR by BD AR by AD ക്ക് ഈക്വലാണ്. QR by DC AR by AD ക്ക് ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? PR by BD equals QR by DC. ഇനി നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഈ BD എന്ന് പറയുന്ന സൈഡ് ഈ ഒരു സൈഡിന് ഈക്വലാണ്. കാരണം എന്താണ്? AD എന്ന് പറയുന്നത് BCയിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു മീഡിയനാണ്. അപ്പോൾ BD DCക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് നമുക്കിത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്ക് എഴുതാൻ പറ്റും PR ഈക്വൽ ടു QR. നമുക്ക് കിട്ടിയത് എന്താണ്? PR ഈ ഒരു സൈഡ് QR ഈ ഒരു സൈഡിന് ഈക്വൽ ആണെന്ന് കിട്ടി. അതിനർത്ഥം AD PQനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് PR ഈക്വൽ ടു QR എന്ന് കിട്ടുന്നത്. സോ AD bisects PQ. ഇതാണ് നമുക്ക് റിക്വയർ ആയിട്ടുള്ള പ്രൂഫ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് AD BCയിലേക്ക് ഡ്രോ ചെയ്തിരിക്കുന്നത് മീഡിയൻ ആണ്. അതുകൂടാതെ PQ BCക്ക് പാരലാണ്. അങ്ങനെയെങ്കിൽ AD എന്ന് പറയുന്ന മീഡിയൻ PQനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. അതിനായിട്ട് ഈ രണ്ട്
PAR എന്ന് പറയുന്ന ട്രയാങ്കിളും BAD എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടും, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട്. ഈ ആംഗിൾ കോമൺ ആയതുകൊണ്ട് ക്രൈറ്റീരിയ വെച്ച് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സൈഡ്സിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എഴുതി AP/AB ഈക്വൽസ് PR/BD ഈക്വൽസ് AR/AD എന്ന് കിട്ടി. അതുപോലെ തന്നെ സിമിലർലി ഈ RAQ എന്ന് പറയുന്ന ട്രയാങ്കിൾ DAC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ സൈഡ്സിൻ്റെ റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഫൈനലി PR/BD QR/DCക്ക് ഈക്വൽ ആണ്. BDയും DCയും ഈക്വൽ ആയിരിക്കും, കാരണം AD അതിന് BC എന്ന് പറഞ്ഞ സൈഡിന് ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ സൈഡ്സ് ആയതുകൊണ്ട് രണ്ടും റിമൂവ് ചെയ്തു. ഫൈനലി നമുക്ക് കിട്ടി PR ഈക്വൽ ടു QR. PR QRന് ഈക്വൽ ആണെന്ന്. PR QRന് ഈക്വൽ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം AD PQവിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് PR QR ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രൂഫ് കിട്ടി. ഓക്കെ, നമുക്ക് 27ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 18ഉം അവരുടെ റെസിപ്രോക്കലിൻ്റെ സമ്മ് 9/40 ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് നമ്പർ എക്സ് ആക്കി ഇടുക. ലെറ്റ് എക്സ് ബി ദ ഫസ്റ്റ് നമ്പർ. ഇനി രണ്ടാമത്തെ നമ്പർ അങ്ങനെ കണ്ടുപിടിക്കും. എക്സും രണ്ടാമത്തെ നമ്പറും കൂടുന്നതാണ് 18. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 18 - x ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ 18 - x വിൽ ബി ദ സെക്കൻഡ് നമ്പർ. അതായത് എക്സിൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടുന്നു. എക്സ് ആണ് നമ്മൾ ആദ്യത്തെ നമ്പർ ആയിട്ട് എടുത്തത്, അതും രണ്ടാമത്തെ നമ്പർ കൂട്ടുമ്പോൾ 18 കിട്ടുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ എക്സ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ 18 + x ഇവിടെ വരുമ്പോൾ -x ആകുന്നു. അപ്പോൾ 18 - x ആണ് രണ്ടാമത്തെ നമ്പർ, x ആണ് ആദ്യത്തെ നമ്പർ. ഇനിയും ക്വസ്റ്റിൻ്റെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 9/40 ആണ്. അതായത് ആദ്യത്തെ നമ്പറായിട്ടുള്ള എക്സിൻ്റെ റെസിപ്രോക്കലും, അപ്പോൾ ആദ്യത്തെ നമ്പറായിട്ടുള്ള എക്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x പ്ലസ് രണ്ടാമത്തെ നമ്പറായ 18 - xൻ്റെ റെസിപ്രോക്കൽ 1/18 - x എന്തൊരു സമമാണ്? 9/40ക്ക് ഈക്വലാണ്. 9/40. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ കിട്ടുന്നു. അത് കിട്ടിയിട്ട് 8ൽ നിന്ന് കുറയ്ക്കുമ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടുന്നു. ഇനി ഈ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 18 - x 1 × 18 - x എന്ന് പറയുന്നത് 18 - x പ്ലസ് x × 1 x ഹോൾ ഡിവൈഡ് ബൈ x × 18 - x x × 18 - x ഈക്വൽസ് 9/40. മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായി. അപ്പോൾ ന്യൂമറേറ്ററിൽ 18 മാത്രമായി. 18/x × 18 18x മൈനസ് x × x x² ഈക്വൽസ് 9/40. ഇനിയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18ഉം 40 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 18x - x² എന്ന് ചെയ്യാം. 18 × 40 ഈക്വൽസ് 9 × 18x - x². ഈ 9 ഇപ്പുറത്തേക്ക് കൊണ്ടാണ്. 18 × 40 ഡിവൈഡ് ബൈ 9 ഈക്വൽസ് 18x - x². 9 18ലെ 2 പ്രാവശ്യം. അപ്പോൾ 2 × 40 80 ഈക്വൽസ് 18x - x². ഈ -x²നെയും 18xനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ടോട്ടലി 0 ആക്കാണ്. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. അപ്പം ഈ നെഗറ്റീവ് റിമൂവ് ചെയ്യാനായിട്ട് ഈ മൊത്തം ടേംസിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ -x² ലെഫ്റ്റിലേക്ക് വരുമ്പോൾ +x² പ്ലസ് 18x ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -18x. ഇത് ഓൾറെഡി +80 ഈക്വൽസ് 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യും. ഇനി
നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം ഉണ്ട്, രണ്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഈസി ആയിട്ട് തോന്നുന്നത് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യലാണ് എനിക്കിവിടെ ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാണ്. എക്സ് സ്ക്വയർ മൈനസ് 18x ഞാൻ മിഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു, മൈനസ് 10x മൈനസ് 8x ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, പ്ലസ് 80 = 0. ഇതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുക്കുന്നു. എക്സ് സ്ക്വയറിൽ എക്സ് എടുക്കുമ്പോൾ എക്സ് മൈനസ് 10x നിന്ന് എക്സ് എടുക്കുമ്പോൾ -10 മൈനസ് ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള 8 ഞാൻ പുറത്തെടുക്കുന്നു. പുറത്തെടുക്കുമ്പോൾ എക്സ് -10 = 0. ഇനി എക്സ് -10 രണ്ടിൽ കോമൺ ആണ്. അപ്പോൾ ഗ്രൂപ്പ് എങ്ങനെ ചെയ്യണം? എക്സ് -8 ഇൻറ്റു എക്സ് -10 = 0. അതായത് ഒന്നെങ്കിൽ എക്സ് -8ഉം എക്സ് -10ഉം 0 ആവുമെങ്കിൽ ഇഫ് എക്സ് -8 = 0 എക്സ് -8 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +8 ആകുന്നു. ഇഫ് എക്സ് -10 = 0 എക്സ് +10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇട്ട് നമുക്ക് കിട്ടിയത് 8 ആണ്. 8ഉം 10ഉം രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാം. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? ആദ്യത്തെ നമ്പർ 8 ആണ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്പർ 8 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ത് കിട്ടുന്നു? 18 - 8 എത്ര? 10 കിട്ടുന്നു. ഫസ്റ്റ് നമ്പർ 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ത് കിട്ടുന്നു? 8 കിട്ടുന്നു. ഈ രണ്ടും ഒന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 10 എന്നുള്ള നമ്പർ ആദ്യം എഴുതിയാലും 10 രണ്ടാമത് എഴുതിയാലും ഒന്നും തന്നെയാണ്. നമുക്ക് കിട്ടേണ്ടത് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് എന്താണ്? നമ്പേഴ്സ് ആർ 10, 8. അപ്പോൾ നമ്പേഴ്സ് കിട്ടിയത് 10ഉം 8ഉമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 18ഉം അതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സം എന്ന് പറയുന്നത് 9/40 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളെടുത്തു എന്താ? എക്സ് ആദ്യത്തെ നമ്പറാക്കി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ 18 - x ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ റെസിപ്രോക്കൽസിൻ്റെ സമ്മ് 9/40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് ആദ്യത്തെ ഫസ്റ്റ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ 1/x, രണ്ടാമത്തെ നമ്പറിൻ്റെ റെസിപ്രോക്കൽ 1/18 - x. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 9 - 14. എന്നിട്ട് ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അങ്ങനെ ഫൈനലി സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. 18x² - 18x + 8 = 0 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എക്സിൻ്റെ വാല്യൂ കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ 8ൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ കിട്ടുന്നു. അപ്പം മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് മിഡിൽ ടൈം സ്പ്ലിറ്റിംഗ് ഉണ്ട്, രണ്ട് -b+/- -√b² - 4ac ഫോർമുല യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാം. രണ്ടിൽ കിട്ടുന്ന ആൻസേഴ്സ് ഒരേപോലെയാണ്. ഏതാണ് ഈസി മെത്തേഡായിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ഇത് മിഡിൽ ടൈം സ്പ്ലിറ്റിംഗ് മെത്തേഡിലൂടെ എക്സിൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി, എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. അപ്പോൾ 8ഉം 10ഉമാണ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്. സോ ദ ആൻസർ ഈസ് 10 and 8. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആൽഫയും ബീറ്റായും 6x² - 5x + 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസ് ആണെങ്കിൽ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൽഫയും ബീറ്റായും എന്താണ്? ഏതിൻ്റെ സീറോസ് ആണ്? 6x² - 5x + 1 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യണത്? അതിൻ്റെ ഫോർമുല -b/a. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, എ എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻറ്റ്. അപ്പോൾ -b/a എങ്ങനെ എഴുതും? -5/a
6. മൈനസ് ഓഫ് -5 പോസിറ്റീവ് 5. 5/6 ആണ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ. ഇനി ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ. ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് C/A. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ടൈം 1. എ എന്ന് പറയുന്നത് x² വാല്യൂ 6. അപ്പോൾ നമുക്ക് കിട്ടി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 5/6ഉം ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് 1/6 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും ആണ് സീറോസ് എങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ വരുന്നു? നമുക്കറിയാം ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ നമുക്കെങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു? അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് k ഇൻറ്റു x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് ആൽഫയും ബീറ്റയും സീറോസ് ആണെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതായത് ആൽഫയുടെ പ്ലേസിൽ ആൽഫ സ്ക്വയർ എന്ന് വരുന്നു, ബീറ്റയുടെ പ്ലേസിൽ ബീറ്റ സ്ക്വയർ എന്ന് വരുന്നു. അങ്ങനെ സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ ഫ്രെയിം ചെയ്യും? k x² മൈനസ് ആൽഫയുടെ പ്ലേസിൽ ആൽഫ സ്ക്വയർ എന്ന് വരും, ബീറ്റയുടെ പ്ലേസിൽ ബീറ്റ സ്ക്വയർ എന്ന് വരും. എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇങ്ങനെയാണ് ജനറൽ ഫോർമുല വരുന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ വേണം, ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂസ് വേണം. അത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ ക്ലാസ് 9 പഠിച്ചിട്ടുണ്ട്. a² പ്ലസ് b² ഈക്വൽസ് a പ്ലസ് b ഹോൾ സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്ക് പകരം ആൽഫ എന്ന് കൊടുത്താലും ബിക്ക് പകരം ബീറ്റ എന്ന് കൊടുത്ത് റീപ്ലേസ് ചെയ്താലും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് കിട്ടും. വാല്യൂസ് കൊടുക്കുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 5/6 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റയുടെ വാല്യൂ 1/6. 5/6 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25/36 മൈനസ് ഇത് 1/3 എന്ന് കിട്ടുന്നു. ഇവിടെ LCM 36 വരുമ്പോൾ 25/36 മൈനസ് 12/36 എന്ന് കിട്ടുന്നു. കാരണം ഇവിടെ LCM 36 ആണ്. അപ്പോൾ രണ്ട് ഡിനോമിനേറ്റേഴ്സും 36 ആക്കുന്നു. 25 12 കുറച്ചാൽ 13/36 ആണ് എന്തിൻ്റെ വാല്യൂസ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ. ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ആൽഫ ഇൻറ്റു ബീറ്റ ഹോൾ സ്ക്വയറിന് ഈക്വലാണ്. ആൽഫ ഇൻറ്റു ബീറ്റ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1/6. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/6 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/36. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ 1/36 കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂസൊക്കെ ഒന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് k ഇൻറ്റു x² മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറുടെ വാല്യൂ കിട്ടിയത് 13/36. അപ്പോൾ 13/36 എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ 1/36.
നമുക്കറിയാം ഇനി ഇവിടെ കെന് ഒരു വാല്യൂ കൊടുക്കണം. അത് കെന് ഞാൻ 36 എന്ന് വാല്യൂ കൊടുക്കുകയാണ്. കാരണം 36 എന്ന് വാല്യൂ കൊടുത്താലാണ് എന്തെന്ന് പറയുന്നത് ഈ 36ഉം ഈ ഡിനോമിനേറ്റർ 36ഉം കട്ടായിട്ട് ഡിനോമിനേറ്റർ വാനിഷ് ആവുന്നത്. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് k ഈക്വൽസ് 36. അപ്പോൾ കെക്ക് പകരം 36 എന്ന വാല്യൂ കൊടുക്കുകയാണ്. 36 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 13/36 എക്സ് പ്ലസ് 1/36. ഒരിക്കൽ കൂടി പറയാം, കെക്ക് 36 എന്ന വാല്യൂ കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് 36 വെച്ച് കെക്ക് 36 കൊടുത്താൽ ആ 36 വെച്ച് ഈ 3 ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റേഴ്സ് ഇവിടെ നിന്ന് കട്ടാവുകയും ന്യൂമറേറ്റേഴ്സ് മാത്രമായിട്ട് വരികയും ചെയ്യുന്നു. അതായത് ഫ്രാക്ഷൻ മാറിയിട്ട് നമുക്കൊരു വോൾ നമ്പറായിട്ട് കിട്ടുന്നു. 36 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 എക്സ് സ്ക്വയർ മൈനസ് 36 ഇൻറ്റു 13/36 എക്സ് പ്ലസ് 36 ഇൻറ്റു 1/36. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് കട്ടാവുന്നു, ഇതും കട്ടാവുന്നു. ഫൈനലി 36 എക്സ് സ്ക്വയർ മൈനസ് 13x പ്ലസ് 1. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആകുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിംഗ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് 36 എക്സ് സ്ക്വയർ മൈനസ് 13x പ്ലസ് 1. അതാണ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആൽഫയും ബീറ്റായും 6 എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസ് ആണെങ്കിൽ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യുക. നമുക്കറിയാം ആൽഫയും ബീറ്റായും ആണ് സീറോസ് ആയിട്ട് വരുന്നതെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂവും ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂവും നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 5/6 എന്നും ആൽഫ ബീറ്റയുടെ വാല്യൂ 1/6 എന്നും കിട്ടി. ഇനി ആൽഫയും ബീറ്റയും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ സീറോസ് ആയിട്ട് വരികയാണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യാനുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. പക്ഷേ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും സീറോസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യുക. അപ്പോൾ ആൽഫയ്ക്ക് പകരം ആൽഫ സ്ക്വയർ എന്നും ബീറ്റയ്ക്ക് പകരം ബീറ്റ സ്ക്വയർ എന്നും വരുന്ന രീതിയിലായിരിക്കും ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂവും ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറുടെ വാല്യൂവും ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അതിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ 9th പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആൽഫയ്ക്ക് എക്ക് പകരം ആൽഫ എന്ന് കൊടുക്കുന്നു, ബിക്ക് പകരം ബീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. ഈ സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ വേരിയബിൾസ് ചേഞ്ച് ചെയ്തെന്ന് മാത്രം. അതിൽ നിന്ന് എനിക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ 13/36 എന്ന് കിട്ടുന്നു. ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ 1/36 എന്ന് കിട്ടുന്നു. ഈ രണ്ട് വാല്യൂസ് ഈ പറയുന്ന രണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 13/36 എക്സ് പ്ലസ് 1/36 എന്ന് കിട്ടി. ഇവിടെ ഞാൻ kക്ക് ഒരു വാല്യൂ കൊടുക്കുകയാണ്. kക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അത് 36 ഞാൻ കൊടുക്കുന്നു. കാരണം 36 എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഡിനോമിനേറ്റേഴ്സ് കട്ടായി പോകുന്നത്. 36 വെച്ച് ഈ ടോട്ടൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ ആൻസർ 36 എക്സ് സ്ക്വയർ മൈനസ് 13x പ്ലസ് 1 എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ടിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ 1 ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിനായിട്ട് ആദ്യമേ തന്നെ ഈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 ഞാൻ രണ്ട് സൈഡ് സ്കോർ ചെയ്യുകയാണ്. അതായത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്ക്വയർ ചെയ്യാണ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ. അതായത് ലെഫ്റ്റിലുള്ള ഈ ടോട്ടൽ വാല്യൂ റൈറ്റിലുള്ള ഈ ടോട്ടൽ വാല്യൂവിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂവിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നതാണ്. ഇത് എക്സ്പാൻഡ് ചെയ്യാണ്. ഇത് എന്ത് ഐഡൻറ്റിറ്റിയാണ്? എ പ്ലസ് ബി. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ക്ലാസ് 9 പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ കോസ് തീറ്റയുടെ പ്ലേസിൽ എ, സൈൻ തീറ്റയുടെ പ്ലേസിൽ ബി ആണെങ്കിൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1 സ്ക്വയറിൻ്റെ പ്ലേസിൽ 1. ഇനി ഈ കോസ് സ്ക്വയറിനെയും സൈൻ സ്ക്വയറിനെയും ഞാൻ ഒരുമിച്ച് ഏതാണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ബാലൻസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽസ് 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്നൊരു ഐഡൻറ്റിറ്റി നമ്മൾ ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റിയാണ് കോസ് സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഈ വാല്യൂവിന് പകരമായിട്ട് ഞാൻ ഇവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് 1. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, നമ്മൾ ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 1 പ്ലസ് ബാലൻസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽസ് 1. ഈ 1 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽസ് 1. പ്ലസ് മൈനസ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽസ് 0. നമ്മളിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയിട്ട് കിട്ടി. ഇനി ചെയ്യാനുള്ളത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഫൈൻഡ് ചെയ്യുക. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഫൈൻഡ് ചെയ്യുക. അതെന്തിന് ഈക്വൽ ആയിരിക്കും? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഐഡൻറ്റിറ്റി ആണ്. ഏതാ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ എയുടെ പ്ലേസിൽ കോസ് തീറ്റ വരും, ബിയുടെ പ്ലേസിൽ സൈൻ തീറ്റ വരും. അങ്ങനെയെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ്
കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ, അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab, എയുടെ പ്ലേസിൽ സൈൻ തീറ്റ, ബിയുടെ പ്ലേസിൽ കോസ് തീറ്റ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യാൻ കാരണം നമുക്ക് ഫൈനലി കിട്ടേണ്ടത് എന്താണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അത് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ആകെ തന്നിരിക്കുന്നത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാണ്. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താലാണ് നമുക്ക് ഫർദർ ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 ആണെന്ന്. അപ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. സൈൻ തീറ്റ കോസ് തീറ്റയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്താണ്. ഇവിടെ 4 സൈൻ തീറ്റ കോസ് തീറ്റ തന്നെ ഞാൻ 2 ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് മാറ്റുകയാണ്. ഇത് തന്നെയാണ് 2 ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ് ഈ 4 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരുന്നത്. അപ്പോൾ 1 സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 0. അപ്പോൾ ആ വാല്യൂ ഞാൻ കൊടുക്കുകയാണ് 0. അപ്പോൾ ഇത് 1 മൈനസ് 2 ഇൻറ്റു 0 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടി? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽസ് 1 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽസ് റൂട്ട് 1. 1ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് 1. ദസ് പ്രൂവ്ഡ്. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ 1 ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പ്രൂവ് ചെയ്യുക. അതിനായിട്ട് തന്നിരിക്കുന്നത് തന്നെ ആദ്യം എഴുതി കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 1. പിന്നെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പം ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള 1 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർഡ് ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രീതിയിൽ ഞാൻ അത് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എ സ്ക്വയർ എയുടെ പ്ലേസിൽ കോസ് തീറ്റയാണ്, ബിയുടെ പ്ലേസിൽ സൈൻ തീറ്റയാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു 1. ഇനി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്നൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾജിബ്ര ട്രിഗണോമെട്രിയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1 പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ 2 കോസ് തീറ്റ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ പ്ലസ് 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 1 ആവുന്നു. സോ 2 കോസ് തീറ്റ സൈൻ തീറ്റ ടോട്ടലി 0 ആകുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇത് നമ്മൾ നോക്കുകയാണ്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ നമുക്ക് അറിയാവുന്നത് ആകെ തന്നിരിക്കുന്നത് ഈ ഒരു കാര്യവും പിന്നെ ഗിവൺ ആയിട്ടുള്ള ഇത് രണ്ടുമാണ്. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റനെ ഈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റയുടെ ടേംസിൽ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ ആലോചിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് ഈ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഏതാണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്നൊരു ഐഡൻറ്റിറ്റി. ഇവിടെ എയുടെ ബിയുടെ പ്ലേസിൽ കോസ് തീറ്റയും സൈൻ തീറ്റയും കൊടുക്കുന്നു. അപ്പോൾ എ പ്ലസ് ബിയുടെ പ്ലേസിൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ മൈനസ്
ഫോർ എ ബിയുടെ പ്ലേസിൽ 4 സൈൻ തീറ്റ കോസ് തീറ്റ. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടി കോസ് തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 1 ആണെന്ന്. അപ്പോൾ 1 സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 സൈൻ തീറ്റ കോസ് തീറ്റനെ ഞാൻ സ്പ്ലിറ്റാക്കി 2 ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കാൻ കാരണം ഈ വാല്യൂ നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടി, ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്, 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ ടോട്ടലി 0 ആണ്. അപ്പോൾ 2 ഇൻറ്റു 0 0 ആയി. നമുക്ക് കിട്ടി കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഈക്വൽസ് 1. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ടാകും. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ ടോട്ടൽ വാല്യൂ ഫൈനൽ വാല്യൂ +or -1 കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തു.